എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു വലിയ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ ക്യാപ്സിക്കം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ്. ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ അത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1-2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ പച്ച ഫ്ലേവറൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അത്രയും നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്ര മതി. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള കോഴിമുട്ടയൊക്കെ ഒന്ന് റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടേ ഉള്ളൂ. ഈ 2 ബ്രെഡ് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡൊക്കെ റെഡിയാക്കി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഈ ഒരു മുട്ടയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ മുകളിലേക്ക് അല്ലാതെ എല്ലാ സൈഡിലേക്കും ഇതുപോലെ ഒഴിച്ച് കൊടുക്കാം. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. ഏറ്റവും ലോ ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടിയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഓരോ ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടൊമാറ്റോ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള വെജിറ്റബിൾസിൻ്റെ കൂട്ട് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഒറിഗാനോ ഒന്ന് വിതറി കൊടുക്കാം. നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർക്കാം. ഇനി ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള 2 പീസ് ബ്രെഡും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരു സൈഡിൽ മാത്രമേ നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ മടക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ കുറച്ച് നെയ്യോ ബട്ടറോ അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ബ്രെഡും മുട്ടയും വെച്ചിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്